ഹലോ പീപ്പിൾ, ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു യംഗൂൺ ഷോർ ലീവാണ്. യംഗൂൺ എന്ന് പറയുന്നത് മ്യാൻമാറിലാണ്. അവിടെ എൻ്റെ കൂടെ ഓൾറെഡി സെയിൽ ചെയ്ത ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരാണ് ഞങ്ങൾ വന്ന് പിക്കപ്പൊക്കെ ചെയ്ത്. അവിടെ $US ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടുന്ന് ക്യാപ്റ്റൻ ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഡോളറൊക്കെ ചേഞ്ച് ചെയ്ത് തന്നു. നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു. ടെറസിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളും ലോൺ ഏരിയയൊക്കെ ആയിട്ട്. ഞങ്ങൾ കപ്പലിൽ നിന്ന് ഇറങ്ങിയത് ഒരു ലഞ്ചിൻ്റെ ടൈമിലായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ലഞ്ചിന് പോകാമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ പറഞ്ഞ് ലഞ്ച് സോണയും. അത് കേട്ടപ്പോൾ എല്ലാവരും ഹാപ്പിയായി. എന്നിട്ട് മൂപ്പര് തന്നെ ഞങ്ങളെ ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു മ്യാൻമാർ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളും അതുതന്നെയായിരുന്നു പറഞ്ഞ് മ്യാൻമാർ ഓത്തൻറ്റിക് ഫുഡാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന്. അങ്ങനെ അതാ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത്. ഇവിടെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഈ ഒരു കൗണ്ടറിൽ നമുക്ക് നോക്കി സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം. അങ്ങനെ എല്ലാവരും അവനവന് ഇഷ്ടപ്പെട്ട് നോക്കി ഓർഡർ ചെയ്ത്. ഇത് യംഗൂണിലെ ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണെന്നാണ് തോന്നുന്നത്. കുറേ ഫാമിലീസ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൽ വേറൊരു കൗണ്ടറുണ്ട്. ഈ കൗണ്ടർ നമ്മൾ എന്തെടുത്താലും ഫ്രീ ആണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് എത്ര വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇതുപോലെ സൈഡ് ഡിഷ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീൻസും വെജീസും ഇഷ്ടംപോലെ ഉണ്ട്. ഡെസേർട്സും ഉണ്ടായിരുന്നു. അവിടെ പായസം പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഫ്രീ ആണ് അതൊക്കെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്ത് റെഡിയായി. അതാ ഫുഡ് വന്നു. അതാ ഇത്രയും ഐറ്റംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങളെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സീ ഫുഡ്സ്, ഫിഷ്, മട്ടൺ എല്ലാം ഉണ്ടായിരുന്നു. എവിടെയും നാട്ടിലെ പോലെ തന്നെ റൈസ് ഫ്രീ ആണ്. റൈസ് എത്ര വേണമെങ്കിലും തരും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച്. ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് മസാലകളൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പോയത് ഒരു മോളിലേക്കും കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട്. പിന്നെ ഒരു ഫേമസ് ബുദ്ധിസ്റ്റ് ടെമ്പിളായ ശ്വഡാഗൻ പഗോഡ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയതൊരു മോളിലേക്കാണ്. മോളിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇവിടെ ക്ലോത്ത്സൊക്കെ ചീപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതൊന്നും നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ എല്ലാവരും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി അവിടുന്ന്. അങ്ങനെ മോളിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഇലക്ട്രോണിക്സും ക്ലോത്ത്സൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പിംഗ് നടത്തി. ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ മുഖത്തൊരു ചന്ദനം പോലൊരു സാധനം തേക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സ്റ്റൈലും ഇവിടുത്തെ ഒരു ട്രഡീഷനും ആണെന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിലത്തെ ലുങ്കി ഇവിടെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓഫീസുകളിലടക്കം ലുങ്കി അലൗഡ് ആണെന്നാണ് പറഞ്ഞത്. അതും ലുങ്കി വരെ ഉടുക്കുന്ന ഒരു പ്രത്യേക ടൈപ്പാണ്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. അവിടുന്ന് ഞങ്ങൾ പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വിട്ടത് നമ്മുടെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ശ്വഡാഗൻ പഗോഡയിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ ടെമ്പിളിൽ എത്തി. ഉള്ളിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് പോയി. ഷൂ ഒക്കെ പുറത്ത് വെച്ച് എല്ലാവരും ഭയങ്കര ജോളിയായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ട് ഉള്ളിലേക്ക്. അങ്ങനെ അതാ ഉള്ളിലെത്തി. ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഇത് കാണാൻ. അവിടുന്ന് ഒരു ഗൈഡ് ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. അയാളെ പ്രസൻറ്റേഷൻ അത് സൂപ്പറായിരുന്നു. കേട്ടിരിക്കാൻ നല്ല രസം. All the gold plate, all together the 45,000 gold plate. We call gold plate, but not all gold. Copper plate, 1 piece square. I think like that. On the copper plate, covering the gold paper with the gold plate. Okay. We change a new gold one time in every 5 years. You change? Yeah, take out the old gold, replace the new gold. The old gold and new gold, what to mix for recycling to make for a new gold plate. For the last renovation, 2021. Next one, 2026. Altogether, the 8th renovation. At the time, we made the bamboo scaffolding. All the architects, all the 300 architects. All the architects, one they climb up with a bay. Okay, we cannot see from here, but we know. Okay, no, this is a pagoda umbrella. It's a new one. 28 years in 1999, 25 years ago. The old one made of iron. This is new one made of stainless steel. That's longer. On the steel covering the gold plate. And the umbrella, lot of small gold bells. More than 4,000 small gold bells. എല്ലാ സ്ഥലത്തും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ലൊരു വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ. താഴത്ത് ഫ്ലോറൊക്കെ മാർബിൾ ആയതുകൊണ്ടും മഴ ആയതുകൊണ്ടും കുറച്ച് സ്ലിപ്പറി ആയിരുന്നു എന്നല്ലാതെ ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു. ഗൈഡ് ഞങ്ങളുടെ എല്ലാവരും ബർത്ത് ഡേറ്റ് ചോദിച്ചു. എന്നിട്ട് അവിടുന്ന് ഓരോരോ കോർണർ ഉണ്ട്. ആ കോർണറിൽ വെച്ചിരിക്കുന്ന പ്രതിഷ്ഠേൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അത് ചെയ്തു.
എൻ്റേത് തേഴ്സ്ഡേ കോർണറായിരുന്നു. അവിടെ പിന്നെ ഞങ്ങളൊരു 3 to 4 hours സ്പെൻഡ് ചെയ്ത് അവിടുന്ന് പിന്നെ ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബായ്.